നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതായിരുന്നോ വില പിടിച്ച സമ്മാനം എന്ന് ഉദ്ദേശിച്ചത്? ഇതിന്റെ ഉദ്ദേശം ആശംസയാണോ അതോ പരിഹാസമോ? അച്ഛാ, കണിമംഗലത്ത് വന്നു കയറുന്ന പെണ്ണുങ്ങള് ഇതൊരെണ്ണം കൈ കരുതുന്നത് നല്ലതാ. കാരണം ഭർത്താവിന്റെ കൂടെ ജീവിക്കാനാണോ യോഗം, അതോ ജപിച്ച് ജന്മം തീർക്കാനാണോ യോഗം എന്നറിയില്ലല്ലോ. മോളെ, പൂജാമുറിയിലേക്ക് പോവാറായി. ഈ ചടങ്ങൂടി അങ്ങ് തീർത്തേക്കാം അല്ലേ? അതെ, ഇതെന്താ ഇങ്ങനെ പതുങ്ങി നിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വന്തം വീടാണെന്ന്. വാ. എല്ലാവരും എത്തിയോ പത്മിനി? കൽപ്പന എവിടെ? അമ്മേ, താലി പൂജയ്ക്ക് മുമ്പ് പുതുമണവാട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ. ഞാൻ കയറി വന്നപ്പോ അങ്ങനെയായിരുന്നു. അത് പൂജ കഴിഞ്ഞു കൊടുക്കാന്ന് കരുതിയിട്ടായിരുന്നു. ഇനിയിപ്പോ മോള് ചോദിച്ച സ്ഥിതിക്ക് സമ്മാനം കൊടുത്തിട്ടാവാൻ താലി പൂജ അല്ലേ അമ്മേ? കൽപ്പനയ്ക്ക് അനുജത്തിക്ക് എന്താ കൊടുക്കേണ്ടെന്ന് വെച്ചാ കൊടുത്തോളൂ. എനിക്കൊരു അനുജത്തി വരുമ്പോ ഏറ്റവും വില പിടിച്ചൊരു സമ്മാനം തന്നെ ആയിരിക്കണം അവൾക്ക് കൊടുക്കേണ്ടതെന്ന എന്റെ ആഗ്രഹം. ഒരു ഡയമണ്ട് നെക്ലസ് ആണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ വെച്ച് അതിനേക്കാൾ വിലപ്പെട്ട സമ്മാനമാണ് പ്രിയങ്കയ്ക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഡയമണ്ട് നെക്ലസിനേക്കാൾ വില കൂടിയ ഒരു സമ്മാനം അതെന്താ? എനിക്കറിയില്ല. കൽപ്പന എന്ത് ചെയ്താലും അതിനൊരർത്ഥം ഉണ്ടാവുമല്ലോ. ശരിയാ, അർത്ഥം വെച്ച വാക്കുകൾ പറയാൻ കൽപ്പനേക്കാളും ഇടിക്കും മറ്റാരുമില്ല. എന്തായാലും കൊടുത്തോളൂ. അത് തുറക്കുമോളെ. എന്താ കൽപ്പനയുടെ അത്ഭുതം എന്ന് അറിയാലോ. ഇതായിരുന്നോ വില പിടിച്ച സമ്മാനം എന്ന് ഉദ്ദേശിച്ചത്? ഇതിന്റെ ഉദ്ദേശം ആശംസയാണോ അതോ പരിഹാസമോ? അച്ഛാ, കണിമംഗലത്ത് വന്നു കയറുന്ന പെണ്ണുങ്ങള് ഇതൊരെണ്ണം കൈ കരുതുന്നത് നല്ലതാ. കാരണം ഭർത്താവിന്റെ കൂടെ ജീവിക്കാനാണോ യോഗം, അതോ ജപിച്ച് ജന്മം തീർക്കാനാണോ യോഗം എന്നറിയില്ലല്ലോ. എന്റെ യോഗം അതാ. അപ്പൊ പിന്നെ ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. താങ്ക് യു ഏട്ടത്തി. എന്തായാലും ഏട്ടത്തിന്റെ ആദ്യ സമ്മാനം ഞാൻ ഇന്ന് മനസ്സിൽ ഓർത്തു വെക്കും. ഇതിന് പകരം എനിക്കും അങ്ങോട്ടൊരു സമ്മാനം തരാലോ അല്ലേ?
അമ്പലത്തിലെ വല്ല പ്രസാദവും ആയിരിക്കും. അല്ലാതെ ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് വേറെന്താ തരാൻ പറ്റുക? ഏതായാലും എനിക്ക് തന്ന സമ്മാനത്തിൽ ഒട്ടും കുറവ് വരില്ല. ഇതാണ് ഏട്ടത്തിക്കുള്ള എന്റെ സമ്മാനം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നതിന് മുൻപ് വാ തുന്നിക്കെട്ടണം. ഏട്ടത്തിക്ക് സന്തോഷായോ? വായില് വരുന്നതൊക്കെ നല്ല വാക്കുകളാണെങ്കിൽ അതെല്ലാവർക്കും വിളമ്പിക്കൊടുക്കാം. പക്ഷെ വായില് വരുന്നത് ചീത്ത വാക്കുകളാണെങ്കിൽ അത് നമ്മൾ വിഴുങ്ങാനേ പാടുള്ളൂ. അല്ലേ മുത്തശ്ശി? അത് മോള് പറഞ്ഞത് ശരിയാ. ഉപമയ അലങ്കാരമൊക്കെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മോൾക്കല്ലേ? ദേവനാരായണൻ തിരുമേനയുടെ പാണ്ഡിത്യം മകൾക്ക് കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. ആ, താങ്ക് യു പ്രിയങ്ക. ചില നേരത്ത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കും, ചിലപ്പോ ദൈവം തന്നെ നേരിട്ട് സംസാരിക്കും. താങ്ക് യു. എത്രയായി? 100. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.